ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ആനിമി അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി വിചാരിച്ചിരിക്കുക. ലൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എൻ്റെ ഈ ചാനലിൽ. ലൈക്ക് ഒരു കുറച്ച് ആനിമി അപ്ഡേറ്റ്സ് വരുമ്പോൾ ഇതേപോലെ ന്യൂസായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് ആയതുകൊണ്ട് ആൻഡ് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കുറേ. കാരണം ഈ വരാൻ പോണ ലൈക്ക് ജൂലൈ 2-ാം തീയതി തുടങ്ങി ഈ വരാൻ പോണ 9-ാം തീയതിയോ 10-ാം തീയതി വരെ ഈ ആനിമി എക്സ്പോ നടക്കുന്നുണ്ട്. സോ കുറേ ആനിമീസിൻ്റെ അപ്ഡേറ്റ്സ് വരാൻ കിടക്കുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലൈക്ക് നാളെ തുടങ്ങും ഇതിൻ്റെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ തന്നെ അതിൻ്റെ ചില റൂമേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ കൺഫേം ആയ കാര്യങ്ങൾ ഞാൻ പറയാൻ നോക്കും. റൂമേഴ്സും ചില ട്രസ്റ്റഡായ റൂമേഴ്സും നോക്കാം. അത്രമാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്കിന്ന് കുറച്ച് ന്യൂസുകൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ആനിമി ലൈക്ക് തിയേറ്ററിൽ പോയി കണ്ട ഒരു ഫസ്റ്റ് ആനിമിയാണ്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ആനിമിയാണ്. അത് ഇതുവരെ ലൈക്ക് ക്രഞ്ച് റോളിൽ എത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ക്രഞ്ച് റോൾ സ്ട്രീം ചെയ്തിട്ടില്ല. പക്ഷേ ഈ വരാൻ പോകുന്ന ജൂലൈ 29-ാം തീയതി ഇത് ക്രഞ്ച് റോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രീം ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ഇതിന് വേണ്ടി, തിയേറ്ററിൽ പോകാത്ത ആൾക്കാർക്ക്. സോ അവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ്. അതേപോലെ നമ്മുടെ സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സിൻ്റെ സീസൺ 2 നമ്മുടെ ടീസർ വന്നിരിക്കുന്നതാണ്. ആൻഡ് അത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ലൈക്ക് നേരത്തെ ഡേവിഡിൻ്റെ ആയിട്ട് ഒരു ബന്ധമില്ല, അതായത് ഒരു ബന്ധമില്ല, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ലൈക്ക് ഇതും ബ്രൂട്ടലാണ്, അതേപോലെ ഭയങ്കര ഇമോഷണൽ ആക്കുന്ന സാധ്യതയുണ്ട്. ടീസർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. ഞാൻ വിചാരിച്ച് ഡേവിഡ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ഉണ്ടാവില്ല. കാരണം അവർ തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡേവിഡ് ഇസ് ഡെഡ്. ആൻഡ് മാത്രമല്ല വേറെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ സീസൺ പോകാൻ പോകുന്നത്. ആൻഡ് ഇതും നമ്മളെ കഴിപ്പിക്കുന്നതായിട്ട് ഒരു സംശയമില്ല, അത്യാവശ്യം ബ്രൂട്ടലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ ടീസർ കണ്ടിട്ട് ലൈക്ക് കുറേ സംഭവമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതും നമ്മളെ ഡിപ്രഷനാക്കാത്ത സാധനങ്ങളിരിക്കുന്നത്. ആൻഡ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് മീൻസ് ഇതിൽ 10 എപ്പിസോഡുണ്ട്. ആൻഡ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന 3 മാസങ്ങൾ ഏതോ ഒരു മാസത്തിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഫോളിൽ വരുമെന്നാണ് പറഞ്ഞത്. സോ ഈ 3 മാസത്തിൽ ഏതെങ്കിലും വരുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ ലോർഡ് ഓഫ് മിസ്റ്റീരിയസിൻ്റെ 3 സ്പെഷ്യൽ എപ്പിസോഡ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഓക്കെ, ആ 3 ഇറക്കിയിട്ടുണ്ട്. ഞാൻ 3 എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആ 3 കൊള്ളാം. കുറേ പേര് അറിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഇറങ്ങിയിട്ടുണ്ട് 3 നല്ല രസമായിട്ട്. നല്ല രസമാണല്ലോ. ലൈക്ക് നമ്മളുടെ ആനിമേഷനൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സീസണായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ മാഗോ വായിച്ചിട്ടില്ല. ഉണ്ടാവാട്ടിരിക്കും എനിക്കറിയില്ല. ഞാനൊന്നും ഡിലേറ്റ് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് സീസണിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ്, ഐ മീൻ റൂമറാണ്. ജാനുവരി ചിലപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഡിസംബറിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. റൂമറാണ്, ജസ്റ്റ് കൺഫേം ചെയ്യല്ല, റൂമറാണ്. അത്രേ എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു ആനിമി തന്നെയാണ് ഗാഗുര ബാജി. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. ലൈക്ക് കുറേ പേര് പറയുന്നുണ്ട് ഇനി വരാൻ പോണ കാലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമിയാണ്. ലൈക്ക് മാഗ റീഡേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആനിമി ആയിരിക്കും വരാൻ പോകുന്നത്. ലൈക്ക് 3-4 വർഷത്തിൽ ഒരു ബിഗ് സാധനമാണ് വരാൻ പോകുന്നത്. സകല റെക്കോർഡ് പൊട്ടിക്കും ഒക്കെ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ഈ വരാൻ പോണ ഏപ്രിൽ, ലൈക്ക് 2027 ഏപ്രിലാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ലൈക്ക് ഇത്ര ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഹൈപ്പുള്ള മാങ്കാസ് പറഞ്ഞ ആൾക്കാർ ശരിക്കും നല്ല ഹൈപ്പായിട്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ ഹൈപ്പ് അല്ലാതെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് കാത്തിരിക്കാം. കാരണം ഇപ്പം തന്നെ നല്ലൊരു ഹൈപ്പാണ് ഈ ആനിമിക്ക്. സോ നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഒരു ആനിമി ഇറങ്ങിയിട്ടുണ്ടല്ലോ, വിച്ച് ഹാറ്റ്, പിന്നെ എന്തോ ഒരു പേരുണ്ട്. സോ അത് ഞാൻ മറന്നുപോയി. ആൻഡ് അതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ കൺഫേം ചെയ്തിരുന്നത്. അത് എപ്പോഴാണ് ഇറങ്ങുന്ന ഒരു ഇത് പറഞ്ഞിട്ടില്ല. എന്നാൽ സെക്കൻഡ് സീസൺ ഉണ്ട്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ നല്ല ഒരു റിവ്യൂ ആണ് പറഞ്ഞത് മിക്കവരും. സോ കണ്ടു നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും ഈ ചാനൽ ഞാൻ പറയായിരിക്കും. സോ കാത്തിരിക്കും. സോ അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. ഐ മീൻ ഇച്ചിരി ന്യൂസ് ഉണ്ടായിരുന്നല്ലോ എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്താണ് ഈ ചാനൽ ഇതേപോലെ ന്യൂസുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ. നാളെ തുടങ്ങി കുറേ ആനിമീസിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് അഭിപ്രായം പറയും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ലൈക്ക് ഞാൻ ഇതേപോലെ ചെയ്യണോ അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്തെങ്കിലും. ഞാൻ ഇപ്പം തന്നെ സ്ക്രിപ്റ്റഡ് അല്ലാതെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് വായും തോന്നി എന്തൊക്കെയൊക്കെ അറിയാം പറയുന്നത്. സോ അതൊക്കെ എങ്ങനെ ഇരിക്കും എനിക്കറിയില്ല. എന്നാലും നോക്കട്ടെ, നല്ലതാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിവ്യൂ എനിക്ക് വേണം. ലൈക്ക് കമൻസിൽ എങ്ങനെ ഉണ്ടായെന്ന് പറയണം. ഇനി വരാൻ പോണ കുറേ ആനിമീസിൻ്റെ അപ്ഡേറ്റ്സ് കിടക്കുന്നുണ്ട് ഗൈസ്. ഈ ജൂലൈ 2-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെ കുറേ അപ്ഡേറ്റ്സ് വരാൻ കിടക്കുന്നുണ്ട്. സോ കാത്തിരിക്കുന്നതാണ് അതിന് വേണ്ടി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി വരുന്നവരെ ഗൈസ്.